എന്നാൽ നമുക്കൊരു ബീൻസ് തോരൻ ഉണ്ടാക്കാം. അപ്പോൾ അതൊരു കിലോയുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കി ഒരു 3 പച്ചമുളകും 2 സബോളയും കൂടി ഇട്ട് കൊടുക്കാം. മീഡിയം ടൈപ്പ് സബോളയാണ്. പച്ചമുളക് അധികം എരിവില്ല, ഒരു 3 വലിയ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വേഗം ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി അത് നന്നായി വഴറ്റിയെടുക്കുക. അപ്പം അത് വഴന്ന് വരട്ടെ. വഴന്ന് വന്നപ്പോൾ ഞാൻ അതിലേക്ക് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേപ്പിലയും അതിൽ കിടന്നൊന്ന് മൊരിയട്ടെ. ആയി വരുമ്പോൾ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. പൊടി എന്ന് പറയുന്നത് 1 ടീസ്പൂണ് വറ്റൽമുളകും 1/4 ടീസ്പൂണ് മഞ്ഞളാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ ചൊടിക്ക് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ അപ്പമുള്ള കാരണം മുളക് കുറച്ചാണ് ചേർക്കുക. അപ്പോൾ അതുപോലെ ചൊടി വേണമെന്നുള്ളവർക്ക് വറ്റൽമുളകിൻ്റെ അളവ് കൂട്ടുകയും പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയൊക്കെ ചെയ്യാം. അത് പച്ചമണം പോയി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ബീൻസ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുള്ള കാരണം ഒന്നുകൂടി നോക്കിയിട്ട് നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് മൂടി വെച്ച് വേവിക്കാം. ഇടനേരത്തെ ഇളക്കി കൊടുത്തപ്പോൾ അതിലൊരു സ്വല്പം ഉപ്പ് പോരായിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കൂടി ഞാൻ ഉപ്പിട്ട് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഇളക്കി നോക്കുമ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടോയെന്നൊക്കെ നോക്കിക്കോളാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കൂല നമ്മൾ. ആ സമയത്ത് ഉപ്പിൻ്റെ അളവൊന്നും നോക്കിക്കോളാം. നമ്മൾ സബോള വഴന്ന് വരാൻ വേണ്ടി മുന്നിട്ടതാണ് ഉപ്പ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഒന്നും കൂടി ഞാൻ മൂടിയിട്ട് ഒന്ന് ആവി കൊള്ളിക്കുന്നുണ്ട്. അതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ പാകമായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു ചെറിയ നാളികേരത്തിൻ്റെ അരമുറി, ചെറിയ നാളികേരം അതിൻ്റെ അരമുറി ഇട്ട് കൊടുത്ത്, അരമുറി ചിരകിയ നാളികേരം ഇട്ട് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം നമ്മുടെ 1-ാം തരം ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.